ഒരു ഉത്സവ പറമ്പിൽ ഒരു ബലൂൺ വിൽപ്പനക്കാരൻ തൻ്റെ ബലൂണുകളുമായി എത്തി. അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ വന്ന് ബലൂണുകൾ വാങ്ങി. പിന്നെ വിൽപ്പന അങ്ങ് നടക്കുന്നില്ല. അപ്പോൾ അയാൾ ഒരു ബലൂൺ എടുത്ത് അതിൽ ഹീലിയം നിറച്ച് മുകളിലേക്ക് പറത്തി. ഇത് കണ്ട് കുറച്ച് കുട്ടികൾ ഓടിക്കൂടി അങ്ങനെ ബലൂണുകൾ വാങ്ങി. അങ്ങനെ വിൽപ്പന കുറയുന്നു എന്ന് കാണുമ്പോഴൊക്കെ അയാൾ ഓരോ ബലൂൺ എടുത്ത് ഇതേപോലെ ഹീലിയം നിറച്ച് മുകളിലേക്ക് പറത്താൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരു കുട്ടി അടുത്തുണ്ടായിരുന്നു. അവൻ്റെ കയ്യിലുണ്ട് ബലൂൺ. അവൻ വന്ന് ചോദിച്ചു, ചേട്ടാ ഈ ബലൂണുകളെല്ലാം മുകളിലേക്ക് പറക്കുമോ? ആ, പറക്കുമല്ലോ. ഒരു ചെറിയ ബലൂൺ കാണിച്ചുകൊണ്ട് ചോദിച്ചു, ഇത് പറക്കുമോ? ആ, ഇതും പറക്കുമല്ലോ. ഒരു പുള്ളിയുള്ള ബലൂൺ കാണിച്ചിട്ട് ചോദിച്ചു, ഇത് പറക്കുമോ? ഇതും പറക്കും. അപ്പോൾ ഇതെല്ലാ ബലൂണുകളും ഇങ്ങനെ പറക്കും എന്നവന് വിശ്വാസം വരുന്നില്ല. അപ്പോൾ ബലൂൺ വിൽപ്പനക്കാരൻ പറഞ്ഞു, കുട്ടി, ഈ ബലൂണുകളുടെ വലിപ്പച്ചെറുപ്പമോ ബാഹ്യരൂപമോ നിറവ്യത്യാസമോ അതൊന്നുമല്ല അതിനെ മുകളിലേക്ക് ഉയർത്തുന്നത്. അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കുന്ന ഹീലിയമാണ് അതിനെ മുകളിലേക്ക് ഉയർത്തുന്നത്, പറത്തുന്നത്. കുട്ടികളെ, നമ്മളും ഇങ്ങനെയാണ്. നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്ന നമ്മുടെ കഠിനമായ ആഗ്രഹം, അഭിവാഞ്ച, പരിശ്രമം, അതൊക്കെയാണ് നമ്മളെ മുകളിലേക്ക് ഉയർത്തുന്നത്. നമ്മുടെ ബാഹ്യരൂപമോ പരിമിതികളോ ഒന്നുമല്ല. നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്ന ആ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ആഗ്രഹവും ആ പരിശ്രമവും അതാണ് നമ്മളെ മുകളിലേക്ക് ഉയർത്തുന്നത്. കുട്ടികളെ നമസ്കാരം. നമ്മളിന്ന് 9ാം ക്ലാസ്സിൻ്റെ മാത്സ് ഒന്നാമത്തെ ചാപ്റ്ററായ സമവാക്യ ജോഡികൾ, പെയേഴ്സ് ഓഫ് ഈക്വേഷൻസ്, അതിൽ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 18 5 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ 5th ക്വസ്റ്റ്യൻ, an object starts with a speed of u meter per second and travels along a straight line. If the speed increases at the rate of a meter per second every second, the distance travelled in time t seconds is ut plus half at square. The distance travelled in 2 seconds is 10 meters and the distance travelled in 4 seconds is 28 meters. What was the starting speed? What is the rate at which the speed is increasing? u മീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗത്തിൽ തുടങ്ങി ഓരോ സെക്കൻഡിലും എ മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ വേഗം കൂടി നേർവരയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു ഇങ്ങനെ ടി സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ഒരു വസ്തു 2 സെക്കൻഡിൽ 10 മീറ്ററും 4 സെക്കൻഡിൽ 28 മീറ്ററും സഞ്ചരിക്കുന്നു. യാത്രയുടെ തുടക്കത്തിൽ വേഗം എന്തായിരുന്നു? ഓരോ സെക്കൻഡിലും വേഗം കൂടുന്നതിൻ്റെ നിരക്ക് എന്താണ്? അപ്പോൾ നമ്മൾ ഏകദേശം ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 11 8ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ യു മീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗത്തിൽ തുടങ്ങി ഓരോ സെക്കൻഡിലും എ മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ വേഗം കൂടുകയാണ്. അപ്പോൾ അതാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് യാത്രയുടെ തുടക്കത്തിൽ വേഗം എന്തായിരുന്നു? അപ്പോൾ യു മീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗത്തിലാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് കാണാനുള്ളത് യു ഓരോ സെക്കൻഡിലും വേഗം കൂടുന്നതിൻ്റെ നിരക്ക് എ മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിലാണ് ഓരോ സെക്കൻഡിലും വേഗം കൂടുന്നത്. അപ്പോൾ നമുക്ക് യു എ എന്നീ ചരങ്ങളുടെ വിലയാണ് കാണാറുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ ചോദ്യങ്ങളിൽ നമ്മുടേതായിട്ടുള്ള ചരങ്ങൾ എക്സ് വൈ എന്നൊക്കെ എടുക്കുകയാണ് ചെയ്യുക. ഇതിൽ നമുക്ക് ചരങ്ങൾ തന്നിട്ടുണ്ട്. ടി സെക്കൻഡിൽ ആ വസ്തു സഞ്ചരിക്കുന്ന ദൂരം യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഇങ്ങനെ തന്നിട്ടുണ്ട് നമുക്ക്. പിന്നെ തന്നിട്ടുള്ളത് 2 സെക്കൻഡിൽ 10 മീറ്റർ. അപ്പോൾ ഈ ടി സെക്കൻഡ് ആണെങ്കിലാണ് ഈ ദൂരം. ഈ 2 സെക്കൻഡ് ആണെങ്കിൽ സഞ്ചരിക്കുന്ന ദൂരം ആ ടിയുടെ സ്ഥാനത്ത് ഈ 2 എന്നുള്ള വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എന്താവും ദൂരം? യു ഇൻറ്റു ഇവിടെ ടി ആണ് നമുക്ക് 2 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ യു ഇൻറ്റു 2 പ്ലസ് ഹാഫ് എ ഇൻറ്റു ടി 2 ആണ്. അപ്പോൾ ടി സ്ക്വയർ 2 സ്ക്വയർ. എന്നാലും നമുക്ക് ഈ 2 ക്യാൻസൽ ചെയ്യാനുള്ള എളുപ്പത്തിന് 2 സ്ക്വയറിന് നമുക്ക് 2 ഇൻറ്റു 2 എന്ന് എഴുതാം. സമം ഈ ദൂരം തന്നിരിക്കുന്നത് 10 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് കാൽക്കുലേഷൻ നടത്താം. ഈ 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മളിങ്ങനെ എഴുതിയത്. അപ്പോൾ ബാക്കി യു ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2u പ്ലസ് 2a സമം 10. അപ്പോൾ ഇവിടെ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് 2 എല്ലാത്തിൻ്റെയും പൊതു ഘടകമാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെറുതാക്കിയാൽ നമുക്ക് ക്രിയകൾ എളുപ്പമുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സമവാക്യത്തിനെ മൊത്തം 2 കൊണ്ട് ഹരിക്കുകയാണ്. അപ്പോൾ 2u പ്ലസ് 2a സമം 10 ബൈ 2 എല്ലാത്തിനും 2 കൊണ്ട് ഹരിച്ചു. അപ്പോൾ 2 ക്യാൻസലായി. ഈ 2 ഇതിലും പോയി. 2 10 5 പ്രാവശ്യം. അപ്പോൾ നമുക്കിവിടെ ബാക്കിയുള്ളത്
യു പ്ലസ് എ സമം 5. നമുക്കൊരു സമവാക്യം കിട്ടി. പിന്നെ ഇതേപോലെ തന്നെ ടി സെക്കൻഡിന് പകരം 4 സെക്കൻഡ് ആണെങ്കിൽ 2 സെക്കൻഡ് ആണ് നമ്മൾ എടുത്താണ് ചെയ്തത്. ഇനി 4 സെക്കൻഡ് ആണെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഈ ടി സെക്കൻഡ് എന്ന് കാണുന്നിടത്ത് 4 കൊടുത്താൽ മതി. അപ്പോൾ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു ഇൻറ്റു ടി ആണ് 4 പ്ലസ് ഹാഫ് എ ഇൻറ്റു ടി സ്ക്വയർ 4 സ്ക്വയർ. ഇവിടെയും നമുക്ക് 4 ഇൻറ്റു 4 എന്നിങ്ങനെ എഴുതാം. ഈ ദൂരം 28 മീറ്റർ സമം 28 മീറ്റർ. ഇവിടെ യു ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 4u. ഈ 2 ഈ 4ൽ 2 പ്രാവശ്യം. അപ്പം നമുക്ക് ഈ ഛേദം ഡിനോമിനേറ്റർ പോയി. ഇനി നമുക്ക് യു ഇൻറ്റു 4 4u കിട്ടി. ഇവിടെ ബാക്കി 2ഉം 4ഉം എയും ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 8. 8 ഇൻറ്റു എ 8a സമം 28. ഇതിലും എല്ലാത്തിലും 4 ഒരു പൊതു ഘടകമാണ്. അപ്പോൾ 4 കൊണ്ട് നമുക്ക് ഈ സമവാക്യത്തിനെ ഹരിക്കാം. അപ്പോൾ 4u പ്ലസ് 8a സമം 28നെ 4 കൊണ്ട് എല്ലാ പദങ്ങളെയും നമ്മൾ ഹരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 4 ഈ 4 8ൽ 2 പ്രാവശ്യം, ഈ 4 28ൽ 7 4 28. അപ്പോൾ ഇവിടെ ബാക്കി യു പ്ലസ് ഇവിടെ 2 ഉണ്ട്, എയും ഉണ്ട്. 2a സമം ഇവിടെ 7. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരു സമവാക്യം കിട്ടി. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സമവാക്യം, ഇതാണ് രണ്ടാമത്തെ സമവാക്യം. ഇനി ഇതുപയോഗിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു ചരം ഒഴിവാക്കിയിട്ട് വേണം യുവിൻ്റെയും എയുടെയും വില കാണാൻ. അപ്പോൾ ഇതിലും യുവിൻ്റെ ഗുണോത്തരങ്ങൾ തുല്യമാണ്. അപ്പോൾ മൈനസ് ചെയ്താൽ യു എന്ന ചരം ഒഴിവാകും. അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇതാണ് വലിയ സംഖ്യകളുള്ള സമവാക്യം. അപ്പോൾ ഇത് നമുക്ക് മുകളിൽ എഴുതാം. യു പ്ലസ് 2a സമം 7. ഇനി അതിൻ്റെ താഴെ ഇത് എഴുതാം. യു പ്ലസ് എ സമം 5. ഇതിൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്ന് നമ്മൾ ഒന്നാമത്തെ സമവാക്യം മൈനസ് ചെയ്യാണ്. മൈനസ് ചെയ്യുമ്പോൾ യു മൈനസ് യു 0. 2a എല്ലാത്തിനും ഒരു മൈനസ് കൊടുക്കാം. 2a മൈനസ് എ 1a പ്ലസ് എ, 1aനെ നമുക്ക് എന്ന് എഴുതാം, സമം 7 മൈനസ് 5 എന്ന് പറയുന്നത് 2. അപ്പോൾ എ സമം 2. നമുക്ക് എ എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ സെക്കൻഡിലും വേഗം കൂടുന്നതിൻ്റെ നിരക്കാണ്. ഇനി ഇതുപയോഗിച്ച് നമുക്ക് യു കാണാം. അപ്പോൾ ഈ ചെറിയ സമവാക്യത്തിൽ തന്നെ കൊടുക്കാം, ഈ ചെറിയ സമവാക്യത്തിൽ കൊടുക്കാം. യു പ്ലസ് എയുടെ വിലയാണ് 2 സമം 5. അപ്പോൾ യു സമം 5 മൈനസ് 2 സമം 3. അതായത് യു സമം 3. അപ്പോൾ ഇത് യാത്രയുടെ തുടക്കത്തിലെ വേഗമാണ് ഇത്. ഓരോ സെക്കൻഡിലും വേഗം കൂടുന്നതിൻ്റെ നിരക്കാണ് ഇത്. ഇതാണ് നമ്മുടെ ഉത്തരം. നമുക്ക് 6th ക്വസ്റ്റ്യൻ നോക്കാം. A 2-digit number is equal to 6 times the sum of its digits. The number got interchanging the digits is 9 more than 4 times the sum of the digits. What is the number? ഒരു രണ്ടക്ക സംഖ്യ അതിലെ അക്കങ്ങളുടെ തുകയുടെ 6 മടങ്ങാണ്. അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന രണ്ടക്ക സംഖ്യ അക്കങ്ങളുടെ തുകയുടെ 4 മടങ്ങിനേക്കാൾ 9 കൂടുതലാണ്. രണ്ടക്ക സംഖ്യ ഏതാണ്? ഇതേപോലെയുള്ള ഒരു ചോദ്യം തന്നെ തൊട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൽ തന്നെയുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് കാണുക. രണ്ടക്ക സംഖ്യയിലെ 10ൻ്റെ സ്ഥാനത്തെ അക്കം, 10ൻ്റെ സ്ഥാനത്തെ അക്കം എക്സ് എന്നും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം y എന്നും കരുതുക. അപ്പോൾ 10ൻ്റെ സ്ഥാനത്തെ അക്കമാണ് എക്സ്, ഒറ്റയുടെ സ്ഥാനത്തെ അക്കമാണ് y. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം y, 10ൻ്റെ സ്ഥാനത്തെ അക്കം എക്സ് അല്ലേ. ഇപ്പോൾ 64 അത് 4 ഒറ്റയുടെ സ്ഥാനത്ത്, 6 10ൻ്റെ സ്ഥാനത്ത്, അങ്ങനെയാണ് നമ്മൾ 64 എന്ന് എഴുതുക. പക്ഷേ ചരങ്ങൾ ഉപയോഗിച്ച് ഇങ്ങനെ ചേർത്ത് എഴുതുമ്പോഴുള്ള ബുദ്ധിമുട്ട് നമ്മൾ കഴിഞ്ഞ ആ ചോദ്യത്തിൽ പറഞ്ഞു. എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ എന്നാണ് അർത്ഥം. അതേസമയം 64 എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 4 എന്നല്ല,
അത് 64 എന്ന് പറഞ്ഞാൽ ഇവിടെ 6 10ഉം 4 1ഉം എന്നാണ് ആശയം. അപ്പോൾ 6 10 പ്ലസ് 4 1 ഇതാണ് 60. 6 10 എന്ന് പറയുമ്പോൾ 60 പ്ലസ് 4 സമം നമുക്ക് 64 എന്ന് കിട്ടുന്നത്. പക്ഷേ എക്സ് വൈനെ ഇതേപോലെ ചേർത്ത് എഴുതിയാൽ ഈ അർത്ഥം വരുന്നില്ല. അവ തമ്മിൽ ഗുണിക്കുകയാണ് എക്സ് വൈ എന്ന് വരുമ്പോൾ അതിൻ്റെ ആശയമായിട്ട് വരിക. അപ്പോൾ ചരങ്ങൾ ഉപയോഗിച്ച് എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ പിരിച്ചെഴുതേണ്ടതുണ്ട്. അപ്പോൾ രണ്ടക്ക സംഖ്യ ഇത് സംഖ്യയായിട്ട് എഴുതുമ്പോൾ 10ൻ്റെ സ്ഥാനത്തക്കാണ് എക്സ്. അപ്പോൾ അത് 10x പ്ലസ് ഒറ്റയുടെ സ്ഥാനത്തക്കം വൈ. അപ്പോൾ വൈ ഇതാണ് നമ്മുടെ രണ്ടക്ക സംഖ്യ. ഈ എക്സും വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ രണ്ടക്ക സംഖ്യ അതിലെ അക്കങ്ങളുടെ തുകയുടെ 6 മടങ്ങ്. അക്കങ്ങൾ എക്സും വൈയുമാണ്. ഇപ്പം ഇവിടെ 64-ൽ 6ഉം 4ഉമാണ് അക്കങ്ങൾ. അതിൻ്റെ തുക എന്ന് പറയുന്നത് 6 + 4 = 10. അതേപോലെ അക്കങ്ങൾ എക്സും വൈയും ആണ്. അതിൻ്റെ തുക എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത് അതായത് 10x + y എന്ന് പറയുന്നത് അതിലെ അക്കങ്ങളുടെ തുകയുടെ എക്സ് പ്ലസ് വൈ അക്കങ്ങളുടെ തുകയുടെ 6 മടങ്ങാണ്. 6 മടങ്ങെന്ന് പറഞ്ഞാൽ ഇൻറ്റു 6. അതാണ് ഈ രണ്ടക്ക സംഖ്യ. അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും ആദ്യം തന്നിട്ടുള്ള ബന്ധം. ഈ രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത് ഈ അക്കങ്ങളുടെ തുകയുടെ 6 മടങ്ങാണ്. ഇനി നമുക്ക് ബ്രാക്കറ്റ് മാറ്റി ഇത് ലഘൂകരിക്കാം. 10x + y സമം ബ്രാക്കറ്റ് മാറ്റുമ്പോൾ 6 കൊണ്ട് എക്സിനും ഗുണിക്കണം, 6 കൊണ്ട് വൈനും ഗുണിക്കണം. അപ്പോൾ 6x + 6y. അപ്പോൾ ചരങ്ങളെയെല്ലാം സമത്തിൻ്റെ ഇടതുവശത്തേക്ക് കൊണ്ടുവന്നാൽ 10x + y - 6x - 6y. ഇതിൽ സംഖ്യകളൊന്നുമില്ല. അപ്പോൾ സമം 0. 10x - 6x ഇതിലെ ലൈക്ക് ടേംസ് സജാതീയ പദങ്ങൾ വേണം ക്രിയ ചെയ്യാൻ. അപ്പോൾ 10xൽ നിന്ന് 6x മൈനസ് ആയാൽ 4x പ്ലസ് y - 6y വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ -5y സമം 0. ഇതാണ് ഒന്നാമത്തെ സമവാക്യം. ഇനി രണ്ടാമത്തത് അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന രണ്ടക്ക സംഖ്യ. അപ്പോൾ ഇവിടെ 64 ആണ്. ഈ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ എന്താവും? 46. അതായത് ഒറ്റയുടെ സ്ഥാനത്തൊക്കെ 4 ആയിരുന്നു, 10ൻ്റെ സ്ഥാനത്തക്കം 6 ആയിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയപ്പോൾ 10ൻ്റെ സ്ഥാനത്തക്കം ഒറ്റയുടെ സ്ഥാനത്തേക്കും ഒറ്റയുടെ സ്ഥാനത്തക്കം 10ൻ്റെ സ്ഥാനത്തേക്കും വന്നു. അപ്പോൾ അതേപോലെ ഇതൊന്ന് നമ്മൾ മാറ്റി എഴുതിയാൽ ഒറ്റയുടെ സ്ഥാനത്തക്കം 10ൻ്റെ സ്ഥാനത്തേക്ക് വരികയാണ്. ഒറ്റയുടെ സ്ഥാനത്ത് y ആണ്. അത് 10ൻ്റെ സ്ഥാനത്തേക്ക് വരുമ്പോൾ 10y പ്ലസ് ഇനി 10ൻ്റെ സ്ഥാനത്തക്കം ഒറ്റയുടെ സ്ഥാനത്തേക്ക് വരുന്നു എക്സ്. ഇതാണ് അക്കങ്ങൾ പരസ്പരം മാറ്റിയപ്പോൾ കിട്ടിയ സംഖ്യ. ഇനി അത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന രണ്ടക്ക സംഖ്യ അക്കങ്ങളുടെ തുകയുടെ 4 മടങ്ങിനേക്കാൾ. അപ്പോൾ വീണ്ടും അക്കങ്ങളുടെ തുക. ഇവിടെ അക്കങ്ങൾ 64 ആയിരുന്നപ്പോൾ അക്കങ്ങളുടെ തുക 6ഉം 4ഉം 10. ഇനി 46 ആയാലും അക്കങ്ങൾ 4ഉം 6ഉം തന്നെയാണ്, അവയുടെ തുക 10 തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും അക്കങ്ങളുടെ തുക 10 ആണ്. അതേപോലെ ഇവിടെ അക്കങ്ങൾ എക്സും വൈ ആണ്. അപ്പോൾ തുക എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ തന്നെ. അക്കങ്ങളുടെ തുകയുടെ 4 മടങ്ങിനേക്കാൾ ഇൻറ്റു 4 അതിനേക്കാൾ 9 കൂടുതൽ പ്ലസ് 9. ഇതാണ് ഈ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന രണ്ടക്ക സംഖ്യ. അക്കങ്ങൾ പരസ്പരം മാറ്റിയപ്പോൾ കിട്ടിയ സംഖ്യ ഈ അക്കങ്ങളുടെ തുകയുടെ 4 മടങ്ങിനോട് 9 കൂട്ടിയത് പ്ലസ് 9. 9 കൂടുതൽ എന്ന് പറയുമ്പോൾ പ്ലസ് 9. ഇതിലും ബ്രാക്കറ്റ് മാറ്റി ലഘൂകരിക്കാം. 10y പ്ലസ് എക്സ് സമം ബ്രാക്കറ്റ് മാറ്റുമ്പോൾ 4x പ്ലസ് 4y പ്ലസ് 9. ചരങ്ങളെ ഇടതുവശത്തേക്ക് കൊണ്ടുവരുമ്പോൾ 10y പ്ലസ് എക്സ് മൈനസ് 4x മൈനസ് 4y സമം 9. അപ്പോൾ 10y മൈനസ് 4y ലൈക്ക് ടേംസ് 6y എക്സ് മൈനസ് 4x മൈനസ് 3x സമം 9. അപ്പോൾ ഇവിടെ എല്ലാ പദങ്ങളിലും 3 ഒരു പൊതുഘടകമാണ്. അപ്പോൾ 3 കൊണ്ട് നമുക്കിതിനെ ഹരിച്ച് ചെറുതാക്കാം. 6y മൈനസ് 3x സമം 9നെ എല്ലാ പദങ്ങളെയും 3 കൊണ്ട് ഹരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 3 6ൽ 2 പ്രാവശ്യം, ഈ 3 ഇതിൽ ക്യാൻസലായി, ഈ 3 9ൽ 3 പ്രാവശ്യം. അപ്പോൾ ഇവിടെ ബാക്കി ഇവിടെ 2 ഉണ്ട്.
2y മൈനസ് ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ സമം 3. ഇതാണ് രണ്ടാമത്തെ സമവാക്യം. അപ്പോൾ ഇത് ഒന്നാമത്തെ സമവാക്യം, ഇത് രണ്ടാമത്തെ സമവാക്യം. ഇനി ഇതിൽ നിന്ന് നമ്മൾ എക്സിൻ്റെയും വൈയുടെയും വില കണ്ടെത്തണം. അപ്പോൾ ഇവിടെ എക്സ് ആണ് ആദ്യം കിടക്കുന്ന പദം, രണ്ടാമത് വൈ ആണ്. പക്ഷേ ഇവിടെ ആദ്യം വൈ ആണ്, പിന്നീടാണ് എക്സ്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ഓർഡർ ഒന്ന് മാറ്റി എഴുതാം. കാരണം ക്രിയ ചെയ്യുമ്പോൾ നമുക്ക് അത് നേർക്ക് നേരെ വരുന്നതാണ് നല്ലത്. അപ്പോൾ എക്സിനെ നമ്മൾ ഇപ്പുറത്തേക്ക് ഒന്ന് എഴുതുകയാണ്. -x + 2y സമം 3. ഇനി ഈ സമവാക്യവും ഈ സമവാക്യവും ക്രിയ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ചരത്തിൻ്റെ ഗുണോത്തരങ്ങൾ തുല്യമോ അല്ലെങ്കിൽ വ്യത്യസ്ത ചിഹ്നങ്ങളോടുകൂടി തുല്യമോ ആവണം. അപ്പോൾ അങ്ങനെ ഉണ്ടോയെന്ന് നോക്കുക. ഇവിടെ എക്സിൻ്റെ ഗുണോത്തരം 4 ആണ്, ഇതിൽ -1 ഇവിടെ വൈയുടെ ആണെങ്കിൽ -5ഉം 2ഉം. അപ്പോൾ തുല്യമല്ല. അപ്പോൾ നമുക്ക് തുല്യമാക്കാൻ എക്സിനെ 4 ആക്കാൻ നമുക്ക് എളുപ്പമാണ്. ചിഹ്നം ഇവിടെ മൈനസാണ്, അത് സാരമില്ല. നമുക്ക് വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ നമുക്കത് കൂട്ടുമ്പോൾ 0 ആയിക്കോളും. അപ്പോൾ ഈ സമവാക്യത്തിനെ നമുക്ക് 4 കൊണ്ട് ഗുണിച്ചാൽ എക്സിൻ്റെ ഗുണോത്തരം -4 ആവും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് രണ്ടാമത്തെ സമവാക്യത്തിനെ നമ്മൾ 4 കൊണ്ട് ഗുണിക്കുകയാണ്. ഈ സമവാക്യത്തിന് -x + 2y സമം 3 ഇതിനെ × 4 അപ്പോൾ -4x + 2y × 4 8y സമം 12. അപ്പോൾ നമുക്കൊരു പുതിയ സമവാക്യം കിട്ടി. അപ്പോൾ ഈ സമവാക്യത്തിലും എക്സിൻ്റെ ഗുണോത്തരം വ്യത്യസ്ത ചിഹ്നങ്ങളോട് കൂടിയിട്ട് 4 തന്നെയാണ്. അപ്പോൾ ഈ സമവാക്യം നമുക്ക് ഇതിൻ്റെ താഴേക്ക് ഒന്നും കൂടി എടുത്ത് എഴുതാം ക്രിയ ചെയ്യാനായിട്ട്. 4x - 5y സമം 0. ഇത് ഒന്നാമത്തെ സമവാക്യമാണ്. അപ്പോൾ നമ്മൾ രണ്ടും വ്യത്യസ്ത ചിഹ്നങ്ങളായതുകൊണ്ട് കൂട്ടുമ്പോൾ ഇത് 0 ആയിക്കോളും. പ്ലസ് അപ്പോൾ മൂന്നാമത്തെ സമവാക്യം പ്ലസ് ഒന്നാമത്തെ സമവാക്യം ഇത് 0. 8y - 5y അപ്പോൾ 3y സമം 12. അപ്പോൾ 3y സമം 12. അപ്പോൾ y സമം 12/3 സമം 4. y 4 കിട്ടി. ഇനി അത് ഒരു സമവാക്യത്തിൽ കൊടുക്കാം. അത് ഈ സമവാക്യത്തിൽ നമുക്ക് കൊടുക്കാം. 2 × 4 -x സമം 3. അപ്പോൾ 2 × 4 എന്ന് പറഞ്ഞാൽ 8. 8 - x സമം 3. -x സമം 3. 8 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -8 സമം -5. -x സമം -5, അതുകൊണ്ട് +x സമം +5. -x സമം -5 എന്ന് പറയുമ്പോൾ അതിനെ മൈനസ് കൊണ്ട് ഓരോന്നിനെയും ഗുണിച്ചാൽ അത് പോസിറ്റീവ് ആവും. അല്ലെങ്കിൽ തന്നെ -x സമം -5 ആണെങ്കിൽ +x സമം +5. അപ്പോൾ നമുക്കിവിടെ 10ൻ്റെ സ്ഥാനത്തക്കം 5ഉം ഒറ്റയുടെ സ്ഥാനത്തക്കം 4ഉം ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സംഖ്യ 54. ഇനി 7th ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുള്ള എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും എഴുതി പഠിക്കണം. മാത്സ് എന്ന് പറഞ്ഞാൽ അത് ചെയ്ത് തന്നെ പഠിക്കണം, എന്നാലേ നമുക്ക് പരീക്ഷയ്ക്ക് ഓർമ്മ വരുള്ളൂ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 11 added to a number gives twice another number. 20 added to the second number gives twice the first number. What are the numbers? 2 സംഖ്യകളിൽ ആദ്യ സംഖ്യയോട് 11 കൂട്ടിയപ്പോൾ രണ്ടാമത്തേതിൻ്റെ 2 മടങ്ങും രണ്ടാമത്തേതിനോട് 20 കൂട്ടിയപ്പോൾ ഒന്നാമത്തേതിൻ്റെ 2 മടങ്ങും കിട്ടി. സംഖ്യകൾ എന്തൊക്കെയാണ്? ഇത് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു കൺഫ്യൂഷൻ തോന്നിയാലും ആ പറയുന്നതിനനുസരിച്ച് ആ ബന്ധത്തിനനുസരിച്ച് നമ്മൾ എഴുതിയാൽ നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ല സമവാക്യം രൂപീകരിക്കുന്നതിന്. 2 സംഖ്യകളിൽ 2 സംഖ്യകളുണ്ട്, 2 സംഖ്യകളും അറിയില്ല. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അറിഞ്ഞില്ലെങ്കിൽ അതിന് ചരമായിട്ട് സങ്കല്പിക്കുകയാണ്. സംഖ്യകൾ x y എന്ന് കരുതുക. ഇനി എന്ത് പറയുന്നുണ്ടോ അതിനനുസരിച്ച് ഇവിടെ നമ്മൾ എഴുതിയാൽ മതി. ആദ്യ സംഖ്യയോട് 11 കൂട്ടിയപ്പോൾ നമുക്ക് x ആദ്യ സംഖ്യയും y രണ്ടാമത്തെ സംഖ്യയായിട്ട് എടുക്കാം. ആദ്യ സംഖ്യയോട് 11 കൂട്ടി, അപ്പോൾ ആദ്യത്തെ സംഖ്യ x ആണ്, അതിൻ്റെ കൂടെ 11 കൂട്ടുക എന്ന് പറഞ്ഞാൽ +11. അപ്പോൾ രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ്, രണ്ടാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ y ആണ്, അതിൻ്റെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ × 2 2y.
ആദ്യ സംഖ്യയുടെ കൂടെ 11 കൂട്ടിയപ്പോൾ രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങാണ് കിട്ടിയത്, സമം. അപ്പോൾ x + 11 = 2y. ഇതാണ് ഒന്നാമത്തെ സമവാക്യം. ഇനി രണ്ടാമത്തേതിനോട് 20 കൂട്ടിയപ്പോൾ, രണ്ടാമത്തെ സംഖ്യ നമ്മൾ y ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ കൂടെ 20 കൂട്ടിയപ്പോൾ +20. അപ്പം നമുക്ക് കിട്ടിയത് ഒന്നാമത്തേതിൻ്റെ 2 മടങ്ങ്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ x ആണ്, അതിൻ്റെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 2x സമം. ആദ്യത്തെ സംഖ്യയോട് കൂടി 11 കൂട്ടി, അപ്പോൾ രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ് കിട്ടി. ഇനി രണ്ടാമത്തെ സംഖ്യയോട് 20 കൂട്ടിയപ്പോൾ ആദ്യത്തെ സംഖ്യയുടെ 2 മടങ്ങ്. ഇതാണ് രണ്ടാമത്തെ സമവാക്യം. എളുപ്പല്ലേ? ഇനി നമുക്ക് ഈ എക്സിൻ്റെയും വൈയുടെയും വില കണ്ടെത്തണം. നമ്മുടെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഒരു 3 രീതിയിലാണ് ഈ ചരങ്ങളുടെ വില കണ്ടെത്തിയിരുന്നത്. ആദ്യത്തെ രീതിയിൽ തുടക്കത്തിൽ നമ്മൾ എക്സിൻ്റെയോ വൈയുടെയോ വില അടുത്ത സമവാക്യത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അടുത്ത സമവാക്യത്തിൽ അതിന് കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചരം ഒഴിവാകും. പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്തത് അതിലെ എക്സിനെയോ വൈനെയോ ഗുണോത്തരം തുല്യമാക്കാൻ, ഇപ്പോൾ ഇവിടെ ഒരു എക്സ് എന്നുള്ളൊരു സമവാക്യവും പിന്നത്തേൽ 3x എന്ന് പറഞ്ഞ സമവാക്യമാണെങ്കിൽ ഈ സമവാക്യത്തിനെ നമ്മൾ 3 കൊണ്ട് മൊത്തം ഗുണിച്ചപ്പോൾ എക്സിൻ്റെ ഗുണോത്തരങ്ങൾ തുല്യമായി. അങ്ങനെ നമ്മൾ കൂട്ടോ കുറയ്ക്കോ ചെയ്ത്, വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ അതിൻ്റെ തുക കണ്ടാൽ 0 ആവും, സെയിം ആണെങ്കിൽ അത് കുറച്ചാൽ 0 ആവും. അങ്ങനെയായിരുന്നു. പിന്നെ ചിലതിൽ 3x ഇത് 4x ആണെങ്കിൽ അതിനെ ഈ 3ഉം 4ഉം ഘടകമായി വരുന്ന മറ്റൊരു സംഖ്യയാക്കി. അതായത് ഈ 4 കൊണ്ട് നമ്മൾ ഇതിനും ഗുണിച്ചു, ഈ 3 കൊണ്ട് ഇതിനും ഗുണിച്ചു. 4 കൊണ്ട് ഇതിനെ ഗുണിച്ചപ്പോൾ നമുക്ക് 12x ആയി, 3 കൊണ്ട് ഇതിനെ ഗുണിച്ചപ്പോൾ 12x ആയി. അപ്പോൾ അത് മൈനസ് ചെയ്താലും 0 ആവും. അപ്പോൾ ഇവിടെ നമുക്ക് ആ തുടക്കത്തിലുള്ള ആ രീതി ഒന്ന് നോക്കാം. എക്സിൻ്റെയോ വൈയുടെയോ വില ഇതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒന്നാമത്തെ സമവാക്യത്തിന് x സമം എന്ന് പറഞ്ഞ് എഴുതാം നമുക്ക്. x സമം 2y 11 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ -11. ഇനി ഈ വില നമുക്ക് ഇതിൽ കൊടുക്കാം. അതായത് y + 20 സമം ഈ എക്സിൻ്റെ വില ഈ എക്സിന് കൊടുക്കാം. y + 20 സമം 2x എന്നാണ്. ഈ എക്സ് എന്നുള്ളിടത്ത് ഈ എക്സിൻ്റെ വില ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y + 20 സമം 2. ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മളിനി ഇത് കൊടുത്താൽ മതി. 2 × 2y - 11. അപ്പോൾ ഇനി ബ്രാക്കറ്റ് മാറ്റുമ്പോൾ y + 20 സമം 4y - 22. അപ്പോൾ ഇതിങ്ങനെ കൊടുത്തത് എന്തിനാണ്? ഈ എക്സിൻ്റെ സ്ഥാനത്താണ് നമ്മൾ y എന്ന പദം വരുന്ന വില കൊടുത്തത്. അപ്പോൾ ഈ സമവാക്യത്തിൽ x എന്ന പദം മുഴുവൻ പോയി, പകരം y മാത്രമായി. ഒരു ചരം വരുമ്പോൾ നമുക്ക് ക്രിയ ചെയ്യാൻ എളുപ്പമാണ്. ഇനി ഈ ചരത്തിന് ഇങ്ങോട്ടും സംഖ്യന് ഇപ്പുറത്തേക്കും കൊണ്ടുപോകാം. y - 4y സമം -22 ഇവിടെ ഉള്ളതാണ്, 20 കൊണ്ട് കൊണ്ടുവന്നാൽ -20. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുമ്പോൾ -3y സമം -20ഉം 22ഉം -42. അപ്പോൾ -3y സമം -42. y സമം ആണെങ്കിൽ -42 /-3. മൈനസ് ഈ 3 4ൽ ഒരു പ്രാവശ്യം, 1 3 3, ബാക്കി 1, ആ 1 ഇവിടെ ഇട്ടാൽ അത് 12 ആവും. 3 12ൽ 4 പ്രാവശ്യം. അപ്പോൾ y സമം 14. നമുക്ക് പെട്ടെന്നൊരു ഉത്തരം കിട്ടി. അല്ലെങ്കിൽ ഈ സമവാക്യങ്ങൾ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് ചരങ്ങളെല്ലാം ക്രമമായിട്ട് എഴുതി ഗുണോത്തരങ്ങൾ തുല്യമാക്കിയിട്ടൊക്കെ ചെയ്യണം. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. ചെറിയ സമവാക്യങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെയാണ് എളുപ്പം. അതൊന്നും നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. അപ്പം ഇനി ഈ വൈയുടെ വില നമ്മൾ ഇതിൽ കൊടുത്താൽ x + 11 സമം 2 × 14. അപ്പോൾ x സമം 2 × 14 എന്ന് പറഞ്ഞാൽ 28 -11 സമം 17. അപ്പോൾ ഉത്തരം നമുക്ക് പെട്ടെന്ന് കിട്ടി. നമ്മുടെ സംഖ്യകൾ 14ഉം 17ഉമാണ്. കുട്ടികളെ, കഴിഞ്ഞ ക്വിസിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പുതിയതും തന്നിട്ടുണ്ട്. എല്ലാവരും അത് ട്രൈ ചെയ്യുക. ടേക്ക് കെയർ. ബൈ ഫോർ നൗ. താങ്ക് യു.